ഇന്ത്യയിലെ വെള്ളം ഇനി മുതൽ പാകിസ്ഥാനിലേക്ക് പോകില്ല. ഇന്ത്യയിലേക്ക് ഭീകരവാദം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് നല്ലൊരു കൊട്ടാണ് ഇന്ത്യ ഇതിലൂടെ കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇനി ജലക്ഷാമത്തിൽ കൂടി നട്ടം ചുറ്റേണ്ടി വരുമെന്ന് ചുരുക്കം. ജമ്മു കാശ്മീരിന്റെയും പഞ്ചാബിന്റെയും ബോർഡറിലാണ് വെള്ളം പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാനുള്ള തടയണ പണിതിരിക്കുന്നത്. ഡാം ഒരുങ്ങിയതോടെ രാവി നദിയിലുള്ള ജലം പാകിസ്ഥാനിലേക്ക് പോകുന്നത് തടയപ്പെട്ടിരിക്കുകയാണ്. രാവി നദിയുടെ ഉദ്ഭവം ഹിമാചലിൽ നിന്നാണ്. ഇവിടെ നിന്ന് ജമ്മു വഴി പഞ്ചാബിലേക്ക് കടന്ന് അവിടെ നിന്ന് പാകിസ്ഥാനിലേക്കാണിത് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ ഷഹപ്പൂർ കഴിഞ്ഞ് രാവി നദിയിലെ വെള്ളം മുന്നോട്ട് ഒഴുകില്ല. ഭാരതഭൂമിയെ ഇത് ഫലഭൂയിഷ്ടമാക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ പാകിസ്ഥാൻ ഇലക്ഷൻ കഴിഞ്ഞതോടെ ആഭ്യന്തര പ്രശ്നങ്ങളാൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഇതോടെ വെള്ളത്തെ ചൊല്ലിയുള്ള പ്രശ്നവും രൂക്ഷമാകും. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന രാവി നദിയുടെ ചുറ്റും 5 കോടിയോളം ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. ലാഹോർ, ഫൈസലാബാദ് പോലുള്ള പ്രശസ്തമായ നഗരങ്ങളും ഇതിനു ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. രാവി നദിയിലെ ജലത്തിന്റെ 75% കൃഷിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാന് 30% കൃഷിയും രാവി നദിയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. പഞ്ചാബിൽ നിന്ന് രാവി നദി മുന്നോട്ട് പോയില്ലെങ്കിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ ജലക്ഷാമത്തെ അഭിമുഖീകരിക്കും. 1947 പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് ജലവിതരണം 5600 ക്യൂബിക് മീറ്റർ ആയിരുന്നു. ഇമ്രാൻഖാൻ ഒരിക്കൽ സഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് ഇതിപ്പോൾ 1038 ക്യൂബിക് മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം ജലക്ഷാമത്താൽ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാന് ഇത് കൂടുതൽ പ്രശ്നമുണ്ടാക്കും. ലാഹോറിൽ 2700 ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഉണ്ട്. ഡാം പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇതിനാവശ്യമായ ജലവും ലഭ്യമാകാതെ വരും. ഷഹപ്പൂരിൽ ഡാം പണിയുന്നതിനായി 2793 കോടി രൂപയാണ് ഇന്ത്യ ചിലവഴിച്ചിരിക്കുന്നത്. ഡാമിൽ 2 പവർ ഹൗസിന്റെ നിർമ്മാണവും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. 2025 ആകുന്നതോടെ ഇവിടെ നിന്ന് വൈദ്യുതി ഉത്പാദനവും ആരംഭിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഇനി മുതൽ രാവി നദിയിൽ നിന്ന് ജമ്മു കാശ്മീരിന് 1150 ക്യൂബിക് വെള്ളം ലഭിക്കും. ഇതിലൂടെ 32,000 ഹെക്ടർ കൃഷിഭൂമിക്കാണ് പ്രയോജനം ലഭിക്കുന്നത്. പഞ്ചാബിൽ 3700 ഹെക്ടർ കൃഷിഭൂമിക്കും വെള്ളം ലഭിച്ചു തുടങ്ങും. പഞ്ചാബിലെ കർഷകരുടെ ദശാബ്ദങ്ങളായുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പഞ്ചാബിലെ കർഷകർക്ക് 2016 മോദി കൊടുത്തൊരു ഗ്യാരണ്ടിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. 1960 6 നദിയുടെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയതാണ്. ഇതനുസരിച്ച് രാവി, സത്ലജ്, ബ്യാസ് ഈ നദികളുടെ മേലുള്ള പൂർണ്ണാധികാരം ഇന്ത്യക്കാണ്. സിന്ധു, ചേനം, ചിനാബ് എന്നീ നദികൾക്കു മേൽ പാകിസ്ഥാനാണ് അധികാരം. പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഡാം പണിയൽ പൂർത്തിയാക്കിയത്. 1995 PV നരസിംഹറാവുവാണ് ഡാം പണിയൽ എന്ന ആശയവുമായി വരുന്നത്. പഞ്ചാബിലെയും ജമ്മുവിലെയും സർക്കാരുകൾ ഒരു സമവായത്തിൽ എത്തിച്ചേരാത്തതുകൊണ്ട് അത് അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു. 2014 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയായിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാരുകൾ തമ്മിലൊരു ഒത്തുതീർപ്പിൽ എത്തിച്ചേരുകയായിരുന്നു. 2018 പണി ആരംഭിച്ചു. 29 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റാവിയുടെ മുകളിൽ ഡാം തയ്യാറായിരിക്കുകയാണ്. ഇവിടെ നിന്ന് വൈദ്യുതി ഉത്പാദനവും ഉടൻ ആരംഭിക്കും. അതോടെ പഞ്ചാബിലെയും കാശ്മീരിലെയും കൃഷിഭൂമി ഊഷരമാകുന്നതോടെ വൈദ്യുതി പ്രശ്നത്തിനും പരിഹാരമാവുകയും ചെയ്യും. ഇന്ത്യയുടെ ജലമായിട്ടുകൂടി നമ്മൾ യാതൊരു നിബന്ധനകളുമില്ലാതെ നൽകിയ ജലം ഉപയോഗിക്കുക മാത്രമല്ല, നമുക്ക് നേരെ തന്നെ നിർബാധം ഭീകര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ഇതൊരു പാഠമാവുകയും ചെയ്യും.